സഞ്ചാർ സാഥി ആപ്പ്. സൈബർ സുരക്ഷാ ആപ്ലിക്കേഷനായ സഞ്ചാർ സാഥി ആപ്പ് മൊബൈൽ ഫോണുകളിൽ നിർബന്ധമാക്കണമെന്ന ഉത്തരവ് കേന്ദ്ര സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു. കാരണങ്ങൾ പലവിധമാണ്. ഗുണവും ദോഷവും നിരത്തി കുറച്ചു ദിവസങ്ങളായി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ നിരന്തരമായി വാക് സംഘർഷത്തിൽ ആയിരുന്നു. എന്നാൽ ഇതിന്റെ ഗുണങ്ങളെന്ന് സർക്കാർ പറയുന്നത് എന്താണെന്ന് നോക്കാം. സൈബർ തട്ടിപ്പ് ഇല്ലാതാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. തട്ടിപ്പറിയിച്ചാൽ അത് ബ്ലോക്ക് ചെയ്യും. മൊബൈൽ ഫോൺ നഷ്ടമായാൽ അത് ട്രാക്ക് ചെയ്ത് കണ്ടെത്തും. നമ്മുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് മറ്റാർക്കെങ്കിലും കണക്ഷൻ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാം. സെക്കൻഡ് ഹാൻഡ് ഫോണാണെങ്കിൽ അത് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആളുടെ ഫോണാണോ എന്നറിയാം. ഇങ്ങനെ പോകുന്നു ഗുണങ്ങളുടെ ലിസ്റ്റ്. എന്നാൽ പ്രധാന വിമർശനമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും നിരീക്ഷണവുമാണ് എന്നാണ്. കൂടാതെ ഈ ആപ്പുകൾ ഉൾപ്പെടുത്തി മാത്രമേ ഫോൺ ഇറക്കാവൂ എന്ന് ഫോൺ നിർമ്മാണ കമ്പനികൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ ആപ്പിൾ, സാംസങ് ഉൾപ്പെടെയുള്ള കമ്പനികൾ രംഗത്തെത്തുകയും ചെയ്തു. ഇങ്ങനെ പ്രതിഷേധമുയർന്നതിനിടെയാണ് സർക്കാർ സഞ്ചാർ സാഥി ഉത്തരവ് പിൻവലിച്ചത്. എന്നാൽ ആപ്പ് പ്ലേ സ്റ്റോറുകളിൽ ലഭ്യമായിരിക്കും. ആവശ്യക്കാർക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നും പറയുന്നുണ്ട്. ഇതിനകം തന്നെ 1.14 കോടി പേർ ആപ്പ് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞു. അങ്ങനെ കുറച്ചു ദിവസങ്ങളായുള്ള ചെറിയ കോലാഹലങ്ങളെല്ലാം അവസാനിച്ചു. ചിന്തിക്കേണ്ടുന്ന, സംശയിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. 2-3 ദിവസത്തെ വാക് സംഘർഷത്തിലൂടെ സർക്കാർ ആപ്പിന്റെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തതോടെ ആപ്പിന്റെ പ്രശസ്തി മിക്ക ജനങ്ങളുടെയും അടുത്തേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനം. ഒരു ജനകീയ ബോധവൽക്കരണത്തിലൂടെ ആപ്പ് ഇത്ര പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അതിനായി എത്ര പണം ചെലവഴിക്കണം? ഇത് അതിന്റെ ആവശ്യമില്ലാതെ തന്നെ സഞ്ചാർ സാഥി എന്ന ആപ്പ് ജനങ്ങളുടെ മനസ്സിൽ കുപ്രസിദ്ധിയിലൂടെ പ്രസിദ്ധിയായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊന്ന്, സൈബർ തട്ടിപ്പ് എന്നത് നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് പോലും വ്യാപിച്ചു കഴിഞ്ഞു. തികച്ചും സാധാരണക്കാരായ ജനങ്ങളുടെ കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് രൂപ സൈബർ തട്ടിപ്പുകാർ കൊണ്ടുപോകുന്നു. പരാതി നൽകിയിട്ടും ഫലമില്ലാത്ത അവസ്ഥ. പലരുടെയും പേരിൽ വ്യാജ ID ഉപയോഗിച്ച് ഇവർ വല വിരിച്ച് കാത്തിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസമുള്ളവർ അടക്കം തട്ടിപ്പിനിരയായി എന്നുള്ള വാർത്ത നമ്മൾ ദിനവും കണ്ടുകൊണ്ടിരിക്കുന്നു. ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെ നടക്കുന്നു. അങ്ങനെ സൈബർ ലോകത്തെ തട്ടിപ്പുകൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി നമ്മുടെ ഇടയിലൊക്കെ വട്ടം കറങ്ങുകയാണ്. ഇതിനെ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം മൊബൈൽ ഫോൺ എന്നത് ഫോൺ വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുന്ന വെറുമൊരു ഉപകരണം മാത്രമല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ പ്രാധാന്യവും അതീവ പ്രാധാന്യവുമായ എന്തെല്ലാം കാര്യങ്ങൾ ഫോണിലൂടെ ദിനവും നടത്തപ്പെടുന്നു. അതീവ പ്രാധാന്യമുള്ളതാണ് ഫോൺ എന്നതുകൊണ്ട് തന്നെയാണ് സൈബർ ഇടങ്ങളിൽ നമ്മളെ തേടി കുറ്റവാളികൾ കറങ്ങി നടക്കുന്നത്. ഇതിനു തടയിടാൻ കർശനമായ നടപടി വേണമെന്ന കാര്യത്തിൽ സംശയമില്ല. സൈബർ തട്ടിപ്പിന് സഞ്ചാർ സാഥി ആപ്പിന് കഴിയുമെങ്കിൽ അത് എന്തുതന്നെയായാലും സ്വാഗതം ചെയ്തേ മതിയാകൂ. പക്ഷേ ഇതിന്റെ മറവിൽ പൊതുജനങ്ങളെ നിരീക്ഷിച്ച് അവരുടെ ഡാറ്റകളെല്ലാം കൈക്കലാക്കി അവരെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കാൻ ആണെങ്കിലും അതിനും തടയിട്ടേ പറ്റൂ. ഈ ആപ്പ് സൈബർ കുറ്റവാളികളിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം തരാൻ ഉതകുന്നതാണോ എന്ന സംശയവും മിക്കവർക്കുമുണ്ട്. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ച സൈബർ തട്ടിപ്പിനെതിരെയുള്ള പോരാട്ടത്തിന് ശാശ്വതമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്തു കൊണ്ടുവരുമ്പോഴും അതിനെ എതിർക്കുകയും ഒഴിവാക്കുകയും ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ അതൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാവാനും പാടില്ല. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണവും സുരക്ഷയും ഒരുക്കുന്നതാവട്ടെ ഓരോ മാറ്റങ്ങളും. ലോകം മാറുകയാണ്, അതിവേഗതയിൽ തന്നെ. നമ്മളും മാറണം അതേ രീതിയിൽ. പക്ഷേ ആ മാറ്റങ്ങൾ ആശങ്കയും ഭയവും ഇല്ലാതെയാവണം. സൈബർ ലോകത്തെ തട്ടിപ്പ് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്. ഒരാൾക്ക് ഒരു ദിവസം 1 രൂപ നഷ്ടമായി എന്നിരിക്കട്ടെ, ഒരു വ്യക്തിയെ അപേക്ഷിച്ച് അത് കാര്യമാക്കില്ല. പക്ഷേ ഫോൺ ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് 1 രൂപ നഷ്ടപ്പെട്ടാൽ നടക്കുന്ന തട്ടിപ്പിന്റെ ആഴം ഒന്ന് ചിന്തിച്ചു നോക്കുക. സൈബർ സുരക്ഷ അത് ഏറ്റവും പ്രധാനം തന്നെയാണ്. അതൊരുക്കാൻ സഞ്ചാർ സാഥി ആപ്പിന് കഴിയുമോ? കഴിയട്ടെ എന്ന് തൽക്കാലം ആശംസിക്കാം.